ഹേ ഓൾ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രകാശം എന്നുള്ള പാർട്ടാണ്. നമ്മളെ കേട്ടിട്ട് എക്സാമിനേഷൻ EVSൽ വരുന്നതാണ് പ്രകാശം. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ പ്രീവിയസ് ഇയറിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ സിലബസ് മാറിയതറിയാലോ. എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് മാക്സിമം തരാൻ നോക്കും. നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സ് പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ക്ലാസ്സും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പ്രകാശമാണ് ടോപ്പിക്ക്. ഞാൻ പറയുമ്പോൾ നോട്ട്സ് അത് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നോട്ട് എഴുതിയെടുക്കുമ്പോഴാണ് നിങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക് പ്രകാശം. ഞാൻ മാക്സിമം സിമ്പിളായിട്ട് രസകരമായിട്ട് തന്നെ പറയാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ക്യാച്ച് ചെയ്യുക, നോട്ട് ചെയ്യുക, പഠിക്കുക, ഇടയ്ക്കിടയ്ക്കെടുത്ത് റിവിഷൻ ചെയ്യുക. വേറെ ഒന്നും വേണ്ട, നമുക്കിത് ഈസി ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. സോ ഫസ്റ്റ് തന്നെ നമ്മൾ പറയുന്നത് പ്രകാശത്തിൻ്റെ പഠനത്തെ പറയുന്ന പേര് എന്തായിരിക്കും പറയുക? പ്രകാശത്തിൻ്റെ പഠനത്തെ പറയുന്നത് സ്റ്റഡി ഓഫ് ലൈറ്റ് അല്ലേ. പ്രകാശം എന്താ അറിയോ? വെരി സിമ്പിളാണ്, ഒപ്റ്റിക്സ് ആണ്. ഒപ്റ്റിക്സ് കണ്ണുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അല്ലേ എന്നൊക്കെ ഉള്ളതുണ്ടാവും. ഇവിടെ നമുക്ക് ഒപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രകാശത്തിൻ്റെ പഠനം. ഓക്കെ അല്ലേ? അടുത്തത്, അപ്പോൾ നിങ്ങൾ പഠിച്ചല്ലോ പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം, ഒപ്റ്റിക്സ്. എന്താണ് പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം? ഒപ്റ്റിക്സ് എന്നാൽ എന്താണ്? യെസ്, പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമുണ്ടോ? ആവശ്യമില്ല അല്ലേ. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. പ്രകാശം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് എവിടെയാണെന്നറിയോ? ശൂന്യതയിലാണ്. എവിടെയാണ്? ശൂന്യതയിൽ എന്ത് ചെയ്യുന്നു? പ്രകാശം സഞ്ചരിക്കുകയാണ് അല്ലേ. യെസ്. അത് കഴിഞ്ഞിട്ടോ, പ്രകാശത്തിൻ്റെ വേഗത സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം. ഓക്കെ, പ്രകാശത്തിൻ്റെ വേഗത നോക്കാം. സൂര്യപ്രകാശം ഇല്ലേ, സൂര്യപ്രകാശം സൺലൈറ്റ് ഭൂമിയിൽ എത്താൻ എടുക്കുന്ന ആ ഒരു ടൈം അറിയാം നിങ്ങൾക്ക്? 8 മിനിറ്റ് 20 സെക്കൻഡ്. 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ്. രണ്ടിലേതെങ്കിലും പഠിക്കുക. 8 മിനിറ്റ് 20 സെക്കൻഡ്, പിന്നെയോ അല്ലെങ്കിൽ 500 സെക്കൻഡ്. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം നമുക്കറിയണ്ടേ? അത് 1.3 സെക്കൻഡാണ്. 1.3 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. പഠനം, എന്തിൻ്റെ പഠന? ഇപ്പോൾ നമ്മൾ ടോപ്പിക് എന്താ? പ്രകാശം, ഓഫ് കോഴ്സ്. അപ്പോൾ ഈ പ്രകാശത്തിൻ്റെ പഠനത്തെ പറയുന്ന പേരാണ് ഒപ്റ്റിക്സ് അല്ലേ. യെസ്. ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കാനൊക്കെയുള്ള കഴിവുണ്ട് അല്ലേ. ശൂന്യതയിലാണോ ഏറ്റവും കൂടുതൽ നന്നായിട്ട് സഞ്ചരിക്കാൻ നമ്മളെ പ്രകാശം? അതെ, ശൂന്യതയിൽ എന്ത് ചെയ്യുന്നു? പ്രകാശത്തിന് സഞ്ചരിക്കാൻ കഴിയും അല്ലേ. ഏറ്റവും വേഗതയിൽ പ്രകാശത്തിൻ്റെ വേഗത സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം. സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയായിരുന്നു? 8 മിനിറ്റും 20 സെക്കൻഡ് അല്ലെങ്കിലോ 500 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയമോ 1.3 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ പ്രകാശത്തിൻ്റെ വേഗത സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയമാണെങ്കിൽ 20 മിനിറ്റും അതേപോലെ തന്നെ 8 മിനിറ്റും 20 സെക്കൻഡും. സെക്കൻഡുകളുള്ള കളിയേ ഉള്ളൂ അല്ലേ. 8 മിനിറ്റും 20 സെക്കൻഡും പിന്നെ 500 സെക്കൻഡ് അല്ലെങ്കിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം. ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം 1.3 സെക്കൻഡ്സ്. പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണം എന്നറിയപ്പെടുന്ന എന്താ അറിയാം നിങ്ങൾക്ക്? അത് വേറെ ഒന്നുമല്ല, ഫോട്ടോണാണ്. എന്താ? ഫോട്ടോ എടുക്കുക അല്ലേ. ഫോട്ടോ എടുക്കണേ എന്ത് വേണം? ലൈറ്റ് വേണം. അപ്പോൾ ഫോട്ടോൺ എന്ന് പറയുന്നതാണ് പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണം. പറഞ്ഞു നോക്കിക്കോളൂ കേട്ടോ. പ്രകാശത്തിൻ്റെ അടിസ്ഥാന കണം ഫോട്ടോൺ. പ്രകാശത്തിന് വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം നിങ്ങൾ അറിഞ്ഞേ പറ്റൂ, നമ്മുടെ വജ്രം. പ്രകാശത്തിൻ്റെ വേഗത അല്ലേ, വേഗത ഏറ്റവും കുറഞ്ഞ ഒരു മാധ്യമം ഏതാണ്? വജ്രം. പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥമാണ് വജ്രം കേട്ടോ. പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തിന് വേവ് ലെങ്ത്ത് അറിയാലോ. പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യത്തിന് യൂണിറ്റ് ഉണ്ട്, അതാണ് ആങ്സ്ട്രം. എന്താണ്? ആങ്സ്ട്രം. പ്രകാശത്തിൻ്റെ തീവ്രതയുടെ യൂണിറ്റാണ് കാൻഡില.
കാൻഡില. ഓക്കെ അല്ലേ? അപ്പോൾ പ്രകാശത്തിൻ്റെ വേവ് ലെങ്ത് ആണ് അല്ലെങ്കിൽ തരംഗദൈർഘ്യമാണ് ചോദിച്ചത്. അതിൻ്റെ യൂണിറ്റ് എന്താണ്? ആങ്സ്ട്രോം. അങ്ങനെയാണെങ്കിൽ പ്രകാശത്തിൻ്റെ തീവ്രതയുടെ യൂണിറ്റോ? കാൻഡില. എന്താ? ഇൻറ്റൻസിറ്റീൻ്റെ ചോദിക്കുകയാണെങ്കിൽ തീവ്രതയുടെ യൂണിറ്റാണ് കാൻഡില. ഓക്കെ. വീക്ഷണ സ്ഥിരത എന്ന് പറയുന്ന ടോപ്പിക്കാണ് അടുത്തത് പ്രകാശത്തിൽ നമ്മൾ പറയാൻ പോകുന്നത്. വീക്ഷണ സ്ഥിരത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വീക്ഷണ സ്ഥിരത എന്ന് വെച്ചാൽ സിമ്പിളാണ്. നിങ്ങൾ ഈ പമ്പരമൊക്കെ കണ്ടിട്ടില്ലേ? ഇത് വർണ്ണപമ്പരം. അതൊക്കെ ഇങ്ങനെ കറങ്ങുമ്പോൾ കുറച്ചിങ്ങനെ കറങ്ങി പിന്നെ നമുക്കൊരു വെള്ള കാണാൻ സാധിക്കും, ഒരു വെള്ള കളർ കാണാൻ സാധിക്കും. ഇതെന്തുകൊണ്ടാണ് അറിയോ? വീക്ഷണ സ്ഥിരത കൊണ്ടാണ്. വീക്ഷണ സ്ഥിരത കൊണ്ടാണ്. നമ്മൾ ഒരു ഒബ്ജക്റ്റ് കാണുകയാണ്, ഒരു സംഭവം, ഒരു കാര്യം കാണുകയാണ്. അപ്പോൾ അത് നമ്മളെ കണ്ണിൻ്റെ ഉള്ളിൽ റെറ്റിന എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് കേട്ടോ. അതിൽ 1/16 സെക്കൻഡാണ്. സെക്കൻഡ് അല്ലേ? 1/16 സമയത്തേക്ക് തങ്ങി നിൽക്കുകയാണ് ചെയ്യുക. അവിടെ നമ്മൾ കണ്ണിൽ നിൽക്കും. ആ ഒരു സംഭവത്തെ പറയുന്നതാണ് വീക്ഷണ സ്ഥിരത. നമ്മളൊരു വസ്തു കാണുകയാണെങ്കിൽ അല്ലേ, എന്തെങ്കിലും ഒരു ദൃശ്യം അനുഭവിക്കുകയാണെങ്കിൽ 1/16 സെക്കൻഡ് നമ്മളെ കണ്ണിലിങ്ങനെ നിൽക്കും. അതാണ് എന്ത്? വീക്ഷണ സ്ഥിരത. വീക്ഷണ സ്ഥിരത. ഇതിന് ഉദാഹരണം എന്തൊക്കെയാണെന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കണേ. തീപ്പന്തം വൃത്താകൃതിയിലുള്ളത്, ഫാനിൻ്റെ ദളങ്ങളിൽ അറിയാലോ, ഫാൻ ഇങ്ങനെ കറങ്ങുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അവിടെ ഫാൻ കറങ്ങുമ്പോൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഫാൻ ഇങ്ങനെ കറങ്ങുന്ന കാണാമല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് പറയുക? ഇത് വീക്ഷണ സ്ഥിരത കൊണ്ടല്ലേ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതും നമുക്ക് ജീവിതാനുഭവമായിട്ട് പഠിക്കാൻ പറ്റും. ഐക്യരാഷ്ട്രസഭ അന്തർദേശീയ പ്രകാശ വർഷമായിട്ട് പ്രഖ്യാപിച്ച വർഷം 2015 ആണ്. 2015 ഐക്യരാഷ്ട്രസഭ അന്തർദേശീയ പ്രകാശ വർഷമായിട്ട് പറഞ്ഞത്. ഇനി പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളുണ്ട്. ഇതാണ് സുതാര്യ വസ്തുക്കൾ. അപ്പോൾ പ്രകാശത്തിനെ കടത്തിവിടുന്നില്ലെങ്കിലോ? അതാണ് അതാര്യ വസ്തുക്കൾ. എന്താ? അതാര്യ വസ്തുക്കൾ. ഭാഗികമായി കടത്തിവിടുന്നവ അല്ലേ, കുറച്ച് മാത്രം കടത്തിവിടുന്നവയുണ്ട്. അതാണെങ്കിലോ? ഇതാണ് അർദ്ധധാര്യ വസ്തുക്കൾ. അർദ്ധധാര്യ വസ്തുക്കൾ. അർദ്ധധാര്യ വസ്തുക്കൾക്ക് എക്സാമ്പിളാണ് ഓയിലും പേപ്പറൊക്കെ. അപ്പോൾ സുതാര്യ വസ്തുക്കൾക്ക് എന്തായിരുന്നു? പൂർണ്ണമായി കടത്തിവിടുന്ന, പ്രകാശം കടത്തിവിടുന്ന വസ്തുക്കൾക്ക് ഉദാഹരണം എന്തൊക്കെയായിരുന്നു? ജലവും ഗ്ലാസും. പ്രകാശത്തെ കടത്തിവിടാത്തവയുണ്ട്, അത് സോളിഡായിട്ടുള്ള സാധനങ്ങളാണ് വരിക. പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് ഓയിലും പേപ്പറും. ഇനി കുറച്ച് ആൾക്കാരുടെ പേരങ്ങോട്ട് പഠിക്കാം. മാക്സ് പ്ലാങ്ക്, ഐസക് ന്യൂട്ടൺ, അഗസ്റ്റിൻ ഫ്രെണൽ. ഇതിൽ ആരെങ്കിലും അറിയോ? അറിയില്ലേ? പഠിക്കാം. പ്രകാശത്തിൻ്റെ ക്വാണ്ടം തിയറി, ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചതാണ് മാക്സ് പ്ലാങ്ക്. മാക്സ് പ്ലാങ്ക്. ക്വാണ്ടം സിദ്ധാന്തം ആരാ? മാക്സ് പ്ലാങ്ക്. പ്രകാശത്തിൻ്റെ കണികാ സിദ്ധാന്തം ആരാ? ഐസക് ന്യൂട്ടൺ ആണ് ആവിഷ്കരിച്ചത്. പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ്. നോട്ട് ചെയ്തോ? പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ് എന്ന് പറഞ്ഞത് ആരാ അറിയോ? ആരാ? ഫ്രെണലാണ് കേട്ടോ. അഗസ്റ്റിൻ ഫ്രെണലാണ്. ഇനി വൈദ്യുത കാന്തിക സ്പെക്ട്രമാണ് പറയുന്നത്. വൈദ്യുത കാന്തിക സ്പെക്ട്രം അല്ലേ? നോക്കാം. ഏറ്റവും ഇടുങ്ങിയ ഭാഗമാണ് വൈദ്യുത കാന്തിക സ്പെക്ട്രം. ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം എത്ര തൊട്ട് എത്ര വരെ അറിയോ? 400 മുതൽ 800 നാനോമീറ്റർ വരെയാണ്. ഓക്കെ അല്ലേ? ദൃശ്യപ്രകാശത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകവർണ്ണങ്ങൾ ഏതൊക്കെയാണ്? വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. വിബ്ജിയോർ എന്ന് പറയൂലേ. തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള ഘടകവർണ്ണം ഏതറിയോ? കളറ്. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ള കളറ് റെഡാണ് കേട്ടോ. അല്ലേ? ഏറ്റവും മുകളിൽ വിബ്ജിയോർ ആർ. ഏറ്റവും കൂടുതൽ തരംഗദൈർഘ്യം കൂടുതൽ ചുവപ്പിനാണ്. അത് 42.7 ആണ്. എത്രയാണ്? 42.7. തരംഗദൈർഘ്യം ഏറ്റവും കുറവുള്ളതോ? തരംഗദൈർഘ്യം ഏറ്റവും കുറവുള്ള ഘടകേത വയലറ്റ്. അപ്പോൾ അതെത്രയാണ് അറിയോ? കുറവാണല്ലോ. അപ്പോൾ എന്തായാലും 42-നേക്കാൾ കുറവായിരിക്കും. 40.8. നേരത്തെ 42.7 ആണെങ്കിൽ ഇവിടെ 40.8 ഒന്ന് കൂടും. 40.8 ആണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ട സജഷൻസ് പറയാം. നിങ്ങൾക്ക് വേണ്ട പോർഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ
നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും. ഓക്കെ, സോ കീപ് വാച്ചിങ്. താങ്ക് യു.